കാണാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ വരുന്നവരാണ്. ഫൈനലി നമ്മളെ അമ്മ ഹായൊക്കെ പറഞ്ഞു മാളിന്റെ ഇടയിലുണ്ട്. എവിടെ മാള് വാ, അതിന്റെ ഇടയിൽ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. വിളിച്ചോക്കെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഗ്ലൂക്കോസ് ടെസ്റ്റ് നോർമലായിരുന്നല്ലേ? നോർമലായി നമ്മൾ മരിച്ചിനി വീണല്ലേ നമ്മള് ശംഖുമുഖത്ത് പോകേണ്ടി പോയനെ. സത്യം തന്നെ ശംഖുമുഖത്ത് എനിക്ക് പോകണമെന്ന് ആഗ്രഹം. ഇത്രയും ബീച്ചെന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ അല്ല കാലൊക്കെ വെള്ളം നനയ്ക്കുന്നു. പക്ഷെ ഇവൻ ഇതിന് സമ്മതിക്കണേ ഇല്ല. ഇവന് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്താ നെഗറ്റീവ്? എനിക്ക് ബീച്ച് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്ത് നെഗറ്റീവോ? പോണോ നിനക്ക് നെഗറ്റീവ് കൊള്ളാളോ? കുഴപ്പമില്ല, ഞാൻ സഹിച്ചു അങ്ങനെ. പക്ഷെ എന്നാലും ജസ്റ്റ് വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ബോറടിച്ചു. അപ്പം നമ്മൾ വിചാരിച്ച ശംഖുമുഖത്ത് പോകാമെന്നല്ലോ, ചില്ലാവും. കാരണം എന്തായാലും ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അതുകൊണ്ട് ഇപ്പം നമ്മൾ പോകുന്നതേ 23-ാം തീയതിയാണ് പോകുന്നത്. എന്തായാലും അത്യാവശ്യം തിരക്ക് കാണും ആ ടൈം. എന്നാലും ഒന്ന് ചില്ലയാന്ന് വിചാരിച്ചു. മാളിവിടെ വായി നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അല്ല ഗൈസ്, ചുമ്മാ സത്യം പറഞ്ഞ മാളിന് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ല എന്തോന്ന് ഓറഞ്ച് നോക്കാൻ. എനിക്ക് ആഹാരം അതാണ്. അവ നമ്മൾ ഇനി ശംഖുമുഖത്ത് എത്തിയിട്ട് പൊന്നെ എത്തിയിട്ട് ആളുവാ. ഫൈനലി ശംഖുമുഖത്ത് എത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിലല്ലേ? അടിപൊളി. ഭയങ്കര തിരക്ക്. അടിപൊളി കേട്ടോ. ആൾക്കാര് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇങ്ങോട്ടോ ഇങ്ങോട്ട് വാ. പക്ഷെ നമുക്കില്ലേ ശംഖുമുഖം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ പറഞ്ഞ എന്തോ മാള് വെള്ളത്തിലായി. അതന്നെ അതിനുശേഷമാണോ കടലേ? ഭയങ്കര ഭയങ്കര തീരെ വരുന്നത്. അമ്മയും ആളും വന്നില്ല അല്ലേ? അമ്മയും ആളും വന്നില്ല. ഞാൻ പോകും. ഈച്ചി പറഞ്ഞതിനാണ് കാല് നനച്ചിട്ട് സന്തോഷിക്കാനേ, അല്ലാതെ മാറി നിൽക്കാനല്ല. സൂക്ഷിക്കണം, നല്ല സന്തോഷം. ഒന്നും കഴിക്കുന്നില്ല, കോഫി മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. ചിക്കൻ കുരുമുളകും ചിക്കൻ ഫ്രൈയും, ചിക്കൻ ഫ്രൈ, അപ്പം, കുരുമുളക്, എന്തോ കറി, ചിക്കൻ കറി. അടിപൊളി ഫുഡല്ലേ? രക്ഷയില്ലാത്ത ഫുഡ്. കൊള്ളാം. ചിക്കൻ കുരുമുളക്, ചിക്കൻ ഫ്രൈയും കൊള്ളാം, കറിയും കൊള്ളാം. നല്ല താത്ത് വയ്ക്ക്. എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ വരുമോ? അതല്ല, താഴെ കുറച്ചും കൂടെ എല്ലാ മീനും വരുമോ? മാളിന്റെ മോളത്തെ കാലുവരെ കടിച്ചു തുടങ്ങി. കാലൊട്ടും വൃത്തിയില്ല. നിന്റെ ഈ സ്പാ എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ
വേദന എന്തെങ്കിലും കാണും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ടൊരു ഇക്കിളിയുണ്ട്, പക്ഷെ ചില സമയത്ത് ചെറുതായിട്ട് ഭയങ്കരമായിട്ട് ഇച്ചിരി കുത്തണ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ മാളുവിന്റെ മുഖം കൂടെ മുക്കിയെന്ന് കുറച്ചും കൂടെ വൃത്തി വരുമായിരുന്നു. കാരണം അതിന്റെ ഉപയോഗങ്ങൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റിമൂവ് ഡെഡ് സ്കിൻ, ന്യൂ സ്കിൻ ഒക്കെ വരും. മാളുവാണെങ്കിൽ മാളുവാണെങ്കിൽ പാവം എല്ലാ ദിവസവും മിനിക്കാനിട്ട് നടക്കണം. അത് ഈ മുഖം കൂടെ മുക്കിയാണെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എന്റെ അത്രയും പേടിയില്ലായിരുന്നല്ലേ ഇവൾക്ക്. ഞാൻ ഭയങ്കര പേടിച്ചു. അറിയായിരുന്നു. ഈ അമ്മ ഭയങ്കര പേടിത്തൊണ്ടിയാണേ. അമ്മ ചെയ്തേ ഇല്ല. ചെയ്യണ മാളൂനെ അമ്മ വെറുപ്പിക്കണം. അതാണ് അടുത്ത ഇത്. എന്താ അമ്മ മീൻ കടിക്കണം എന്തിനാണെന്നറിയുമോ? ബെനിഫിറ്റ്സിന് വേണ്ടിയാണ്. അമ്മയ്ക്ക് ഇതാ ഈ ചുളിവുകളൊക്കെ മാറണമെങ്കിൽ അത് മുക്കിയാൽ മതി, മാറും എന്നാണ് അർത്ഥം. എനിക്ക് മുഖക്കുരു ഇല്ല, എനിക്ക് നല്ല ക്ലിയർ. എവിടെയാണ്? ലില്ലി മോളുണ്ട് തിരിക്കാന്. ലില്ലി മോളിൻ്റെ അകത്ത്. ഇപ്പം ഏകദേശം മണി 10:15. പിന്നെ നമ്മൾ ചുമ്മാ കിടന്ന് കറങ്ങിയാണ്. തിരക്കില്ല, അത് രാത്രി 10:15. പിന്നെ ഇവിടെ വരാനുള്ള മെയിൻ റീസൺ എന്നാൽ കുറച്ച് സാധനം ഫ്രൂട്ട്സും കാര്യങ്ങളും കുറച്ച് വാങ്ങണമായിരുന്നു. അതാണ് മെയിനായിട്ട് വരാനുള്ള മെയിൻ റീസൺ. ശംഖുമുഖത്ത് നിന്ന് പോയിട്ട് വരണ വഴിക്കാണ് അല്ലേ? വീട്ടിൽ നിന്നല്ല, ശംഖുമുഖത്ത്. പിന്നെ പിള്ളേർക്ക് ചിക്കൻ എന്ത് ചെയ്യുന്നു, അപ്പം ചിക്കനും വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരക്കില്ലെങ്കിൽ പാർക്കാൻ സ്ഥലവും ഇല്ല. കൊള്ളാലോ. വാ രാജകുമാരി ഇറങ്ങി വരണുണ്ട്. രാജകുമാരി പടയാളയും മറ്റേ തോഴിയൊക്കെ വേണം, എന്നാലേ ഇറങ്ങുള്ളൂ. ചിക്കൻ നിന്നിന്റെ വീര്യം സത്യം. അതന്നെ. ഇതുണ്ട നമ്മളെ കാറിന്റെ ഇപ്പുറത്തെ ബമ്പിൾ ബീമിന്റെ കാറ്. പോയേട്ടോ, പഠിച്ച് 3-4 വട്ടം കൊണ്ട് അന്ന് പഠിച്ചിപ്പം. വലിയ ക്രിസ്മസ് ട്രീ. അമ്മ സൂപ്പർ ആട്ടാ. രാജകുമാരി വേഗം പോയാലേ തനിയാണ്. പതുക്കെ ബാക്കിൽ എൻ്റെ നമ്മളെ തോഴി വരണുണ്ട് ബാക്കിൽ. സൂപ്പർ അല്ലേ? മാളുവാണ് നമ്മളെ ഹെൽപ്പർ. എത്ര ഇടായി? 700 ചേട്ടാ. പോള അങ്ങനെ വയ്ക്കാതെ. സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എത്ര അമ്മ? ഓക്കെ, സാധനം വാങ്ങിച്ചല്ലേ. ഗ്രീൻ പീസ് ആരൊക്കെ ഇല്ല. ഉഴുന്ന് വേണോ? ഉഴുന്ന്. നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചു. ഇത് എത്ര രൂപ വരും അമ്മ? 4000. ഞാൻ 3000. കോപ്പി അടിക്കാമല്ലോ. ഞാൻ 3000. 2800. നീ 2800. ആരാണ് ജയിക്കണമെന്നറിയാം, നോക്കാം. എന്താണ് പ്രൈസ്? നീ തന്നില്ല പ്രൈസ്. ഇല്ല, പ്രൈസ് ഇതിന്റെ ബില്ല് കൊടുക്കാം. അവർക്ക് ഇതിന്റെ ബില്ല് കൊടുത്താ പോരെ? ജയിച്ചതിന്റെ ബില്ല് കൊടുക്കും. ഞാൻ ബില്ല് ചെയ്താലും ഏട്ടടയ്ക്കും. അമ്മ മാള് ജയിച്ച അമ്മ അടയ്ക്കും. അങ്ങനെ ഓക്കെ. അങ്ങനെ വിന്നർ ആരാണ്? അമ്മയാണ്. സാധാരണ ഞാനാണ് സത്യം പറഞ്ഞാൽ ജയിക്കുന്നത് അല്ലേ? കറക്റ്റ് വരും. പക്ഷേ ഈ വട്ടി എൻ്റെ ഇത് അമ്മ എടുത്ത്. ഞാൻ 3000 പറഞ്ഞത്. നേരത്തെ 3500. അയ്യോ, ഗിഫ്റ്റ് എന്തോന്ന്? ഇതാ വെളിച്ചം 2 കിലോ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അമ്മ പോയി കാറ്റ് തിന്നു. അപ്പൊ ഇനി നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പിള്ളേർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കണം. പിന്നെ ഒന്ന് കിടന്നുറങ്ങണം. മണി ഇപ്പൊ ഏകദേശം 11 മണി കഴിഞ്ഞു. 11 മണിയാവും. 12 ആവും. ഇനി നേരെ പോകണം. കാലൊക്കെ കഴിച്ചിട്ട് വരും. കാറിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയിട്ട് കിടക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്.
അടിമ ഇല്ല, നമ്മൾ അടിമപ്പണികളാണ് മനുഷ്യ